അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കച്ചേരിത്താഴത്ത് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന കോർഡിനേറ്ററെ ആക്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തുമെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും പാരിതോഷികങ്ങൾക്കും വഴങ്ങി കേരള പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ആരോപിച്ചു. കഴിഞ്ഞ ഡിസംബർ 7-ന് കച്ചേരിത്താഴത്തെ ബാർ ഹോട്ടലിന് സമീപം ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്റ്റേറ്റ് കോർഡിനേറ്ററെ സാമൂഹ്യവിരുദ്ധർ ആക്രമിച്ചെന്നും ലൈംഗിക ചുവയോടുകൂടി കടന്നു പിടിച്ചെന്നും ഇതിനെതിരെ മൂവാറ്റുപുഴ പോലീസിന് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ, വർക്കിംഗ് പ്രസിഡന്റും മുൻ MLAയുമായ മാത്യു സ്റ്റീഫൻ, സെക്രട്ടറി PS വിജയകുമാർ, കോട്ടയം ജില്ലാ സെക്രട്ടറി വിജയ് കൊടുങ്ങൂർ, സംസ്ഥാന കോർഡിനേറ്റർ ജിജി മാത്യു, എറണാകുളം ജില്ലാ ട്രഷറർ അലൻ റോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൊഴി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയോളം പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവുമില്ല. ഉടനെ ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും DYSP വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ DYSP ഉടനെ തന്നെ ഒരു SI വിട്ട് ഇവരെയും വിളിച്ചു വരുത്തി കച്ചേരിത്താഴത്ത് വെച്ച് മാസ്റ്റർ തയ്യാറാക്കി. കണ്ട സാക്ഷികളെയൊക്കെ അവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. അത് കഴിഞ്ഞിട്ട് 21-ാം തീയതി ഇവരോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറയുകയാണ്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയും ജിജി മാത്യോട് സ്റ്റേഷനിൽ ചെന്നപ്പം ഈ പ്രതിയുണ്ട്, കൂട്ടുപ്രതിയുണ്ട്, അയാളെ SIയുടെ കാശിലേക്ക് ഇവർക്ക് വേണം എല്ലാം കൊടുത്തേക്കാം എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലിട്ട് സ്ത്രീയെ ആക്ഷേപിക്കുകയാണ്. ഉടനെ തന്നെ SI എന്താണ് കൊടുക്കണമെന്നൊക്കെ ചോദിച്ച് ഒരു വഴക്കൊക്കെ പറഞ്ഞ് CA വരട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നായി. ശരി, പരിശോധിച്ചിട്ട് പറയാൻ പറഞ്ഞു. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ കിട്ടി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് അപ്പോൾ 4ാമത്തെ പ്രാവശ്യം മോട്ടോർ സ്റ്റേഷനിലേക്ക് ഇവർ വിളിച്ചു വരുത്തണേ. 4ാമത്തെ പ്രാവശ്യം മൊഴിയെടുത്തു, മാസ്റ്റർ എഴുതി, സാക്ഷിയുടെ മൊഴിയെടുത്തു, എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇവരെ വിളിച്ചു വരുത്തി. പ്രതിയും വന്നപ്പോൾ കൂട്ടുപ്രതിയില്ല. ഉടനെ അതെൻ്റെ കൂട്ടുകാരൻ അവനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 21-ാം തീയതി ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് കൂടി. ഞങ്ങൾ മിനിസ്റ്റർ എഴുതിയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ച് 460 രൂപ പറ്റി 21-ാം തീയതി ബേക്കറിയിൽ കിടപ്പുണ്ട്. 21-ാം തീയതി ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടില്ല എന്നാണ് പോലീസ് CCTV നോക്കിയിട്ട് പറയുന്നത്. കൂട്ടുപ്രതി ഇനി പോലീസ് നോക്കുക, അവനറിയാൻ പാടില്ല. ഉടനെ തന്നെ കേസ് അന്വേഷിച്ച് SIയോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു സിയോട് പറയാൻ പറഞ്ഞു. സിയോട് പറഞ്ഞപ്പം CA പറഞ്ഞു അത് ദൃശ്യങ്ങൾ ഇനിയും പരിശോധിച്ചിട്ടില്ല. DYSP അദ്ദേഹത്തോട് വിളിച്ചപ്പോൾ ഞാൻ ആലപ്പുഴ 2 ദിവസം കഴിയും. ഇങ്ങനെ ഇവര് പ്രതികളെ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മൂവാറ്റുപുഴ DYSP ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.